പുതിയ ചിന്ത, പുതിയ കർമ്മം, പുതിയ കേരളം. പങ്കെടുക്കൂ, അണിചേരൂ ഈ ബഹുജന മുന്നേറ്റത്തിൽ. പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് ഇന്നും പാലക്കാട് ജില്ലയിൽ പര്യടനം തുടരും. മണ്ണാർക്കാട്, കോങ്ങാട്, BPL കൂട്ടുപാത, പാലക്കാട് എന്നിവിടങ്ങളിൽ ഇന്ന് ജാഥയ്ക്ക് വൻ വരവേൽപ്പ് നൽകും. മുഖ്യമന്ത്രിക്കെതിരെയുള്ള പുതിയ മൊഴികളുടെ പശ്ചാത്തലത്തിൽ വർദ്ധിച്ച ആവേശത്തിലാണ് CPIM പ്രവർത്തകർ. മണ്ണാർക്കാട് നിന്നാണ് പാലക്കാട് ജില്ലയിലെ രണ്ടാം ദിവസത്തെ പര്യടനത്തിന് തുടക്കം കുറിക്കുക. തുടർന്ന് കോങ്ങാട്, BPL കൂട്ടുപാത, പാലക്കാട് ചെറിയകോട്ട മൈതാനം എന്നിവിടങ്ങളിൽ മാർച്ചിന് സ്വീകരണം നൽകും. ഇന്നലെ മലപ്പുറം ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി പാലക്കാട് ജില്ലയിലേക്ക് പ്രവേശിച്ച ജാഥയ്ക്ക് ഊഷ്മള വരവേൽപ്പായിരുന്നു ലഭിച്ചത്. ജില്ലാ അതിർത്തിയായ പുലാമന്തോൾ പാലം മുതൽ പര്യടനം അവസാനിപ്പിച്ച ഒറ്റപ്പാലം വരെ സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് അണമുറിയാത്ത ജനപ്രവാഹമായിരുന്നു. കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ, ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ആയിരങ്ങളാണ് ജില്ലാ അതിർത്തിയിൽ പിണറായിയെ വരവേൽക്കാനെത്തിയത്. ആദ്യ സ്വീകരണ കേന്ദ്രമായ കൂറ്റനാട് എത്തിയപ്പോഴായിരുന്നു സോളാർ കമ്മീഷനിൽ മന്ത്രി ആര്യാടൻ മുഹമ്മദിനെതിരെ സരിത നൽകിയ മൊഴി പുറത്തു വന്നത്. അടുത്ത സ്വീകരണ കേന്ദ്രമായ പട്ടാമ്പിയിലെത്തുമ്പോൾ സോളാർ സംബന്ധിച്ച് കൂടുതൽ വാർത്താ വിസ്ഫോടനങ്ങളുണ്ടായി. മുഖ്യമന്ത്രിക്കെതിരായ സരിതയുടെ മൊഴിയെപ്പറ്റിയായിരുന്നു എങ്ങും ചർച്ച. UDF നേതൃത്വത്തിൻ്റെ രാഷ്ട്രീയ ജീർണതയുടെ മുഖം കൂടുതൽ വെളിവാകുന്നതിൻ്റെ ആവേശത്തിലായിരുന്നു CPIM പ്രവർത്തകർ. അഴിമതി വിമുക്ത മതനിരപേക്ഷ നവകേരളം കെട്ടിപ്പടുക്കാനുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായി ജാഥ നയിച്ചെത്തിയ നായകനെ അവർ ആവേശപൂർവ്വം വരവേറ്റു. പുതിയ വാർത്തകളുടെ പശ്ചാത്തലത്തിൽ സോളാർ വിഷയത്തിലൂന്നിയായിരുന്നു ജാഥാ നായകൻ്റെ പ്രസംഗം. അതീവ ഗുരുതരമായ സ്ഥിതിവിശേഷമാണെന്ന് പിണറായി പറഞ്ഞു. ഇവിടെ കമ്മീഷന് മുന്നിൽ തെളിവ് കൊടുത്ത സരിത പറഞ്ഞ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. കോൺഗ്രസ് പാർട്ടിക്ക് അതിലെന്താണ് പറയാനുള്ളത്? കോൺഗ്രസ്സുകാർ പറയുന്നത് ഒരു തട്ടിപ്പ് കേസിൽ പ്രതിയായിട്ടുള്ളൊരു സ്ത്രീ പറയുന്ന കാര്യം മുഖവിലക്കെടുക്കണമെന്നാണ്. ഇതേ സരിത പറഞ്ഞ കാര്യമാണല്ലോ നേരത്തെ കോൺഗ്രസ്സുകാർ കൈയടിച്ച് സ്വീകരിച്ചത്. ഉമ്മൻചാണ്ടിയെ പിതൃതുല്യായി കാണുന്ന ഒരു കോൺഗ്രസ്സുകാരിയാണ് ഞാൻ എന്ന് സരിത പറഞ്ഞപ്പോൾ എല്ലാവരും നല്ലതുപോലെ കൈയടിച്ച് സ്വീകരിച്ചല്ലോ. ചെർപ്പുളശ്ശേരിയിലും ഒറ്റപ്പാലത്തും ജാഥാനായകന് തുടർന്ന് ലഭിച്ചത് ആവേശകരമായ സ്വീകരണമായിരുന്നു. 10,000 തടിച്ചുകൂടിയ ഉജ്ജ്വല വരവേൽപ്പ്. ജാഥാംഗങ്ങളായ MV ഗോവിന്ദൻ മാസ്റ്റർ, KJ തോമസ്, PK സൈനബ, MPമാരായ PK ബിജു, MB രാജേഷ്, A സമ്പത്ത്, ഡോക്ടർ KT ജലീൽ MLA എന്നിവരും വിവിധ കേന്ദ്രങ്ങളിൽ പ്രസംഗിച്ചു. ബാബുരാജ് മൊറാഴയ്ക്കൊപ്പം സാലി മുഹമ്മദ്.